ഞാൻ ഇന്ന് രാവിലെ അല്പം ഷോക്കഡായിപ്പോയി. കാരണം പത്രത്തിൽ ഇന്നു മുതൽ ലോഡ് ഷെഡിങ് എന്ന് വലിയ അക്ഷരത്തിൽ അടിച്ചിരിക്കുന്നു. ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഭാര്യയാണ് എന്നെ കാണിച്ചത്. നിങ്ങളല്ലേ പറഞ്ഞു ഈ യുദ്ധം കൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല, എല്ലാം നരേന്ദ്രമോദി നോക്കിക്കൊള്ളുന്നു. ഇപ്പം എന്തായി എന്ന് ചോദിച്ചിട്ട് പത്രം എൻ്റെ നേർക്ക് വലിച്ചെറിഞ്ഞിട്ട് ആശാട്ടി ഒരു ഫയറിങ്. ഞാൻ ഇത് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിങ്. എൻ്റെ കയ്യിലുള്ളത് ജന്മഭൂമി പത്രമാണ് കേട്ടോ. അപ്പം ഞാൻ ലോഡ് ഷെഡിങ് ആണ്, ലോഡ് ഷെഡിങ്. ഇപ്പം എന്ത് ചെയ്യും? തലേവിധി അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. മറ്റേ ഇറാനും ഇസ്രായേലും അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും എല്ലാവരും കൂടെ കിടന്ന് അടിച്ച് പണ്ടാരടങ്ങാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? വരുന്നത് അനുഭവിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്ന് മനോരമ പത്രം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തില്ല. മാതൃഭൂമി നോക്കി, അതിലില്ല. ടൈംസ് ഓഫ് ഇന്ത്യ നോക്കി, അതിലില്ല. അപ്പം ഞാൻ എന്നാൽ സോഷ്യൽ മീഡിയ നോക്കാം, ഫേസ്ബുക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ വാർത്തയുണ്ടെന്ന് വൻ ബഹളം. കുറച്ച് കഴിഞ്ഞപ്പോൾ ടി വിയിൽ മരണബഹളം. VD സതീശനും വഴിയെ പോയവരും അവരും ഇവരും ഒക്കെ കൂടിയിട്ട് ആളെ പറ്റിക്കുകയാണ്, അങ്ങനെ എങ്ങനെ പൊതുജനങ്ങളുടെ കാശെടുത്തിട്ടാണോ എന്നൊക്കെ ചോദിച്ച് ഒന്നും പറയണ്ട. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ സാധനം ഒരു പരസ്യമാണ്. ഇപ്പം ഞാൻ ഡേറ്റൊക്കെ നോക്കി, ഡേറ്റൊക്കെ കറക്റ്റാ. മാർച്ച് 5 വ്യാഴം എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ മുഴുവൻ, ഫ്രണ്ട് പേജ് മുഴുവൻ പഴയതാണ്. പോയി പഴയ പത്രത്തിൻ്റെ റിപ്ലിക്കാണ്. അത് ഏത് ഡേറ്റ് ആണെന്ന് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് അങ്ങനെ പോയി രാത്രി റിപ്പോർട്ടർ ചാനൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മളുടെ അതിൻ്റെ മുതലാളി ഉണ്ടല്ലോ, ആൻറ്റോ അഗസ്റ്റിൻ പറയുന്നു, നിങ്ങൾ കണ്ടില്ലേ, അത് പരസ്യമാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ പത്രത്തിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങേര് തല്ലാൻ പിടിച്ചിട്ട് ആ മാധുവിനെയും സ്മൃതി പരുത്തിക്കാടിനെയും ഒക്കെ തല്ലും എന്നുള്ള ഭാവത്തിലാണ് പുള്ളിക്കാരൻ ചൂടാവുന്നത്. അപ്പം ഞാൻ വീണ്ടും പത്രം എടുത്തു, നോക്കണമല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മൂലയിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ, ഈ പേജ് കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന് വേണ്ടിയുള്ള സർഗാത്മക പരസ്യ ആവിഷ്കരണമാണ്. സർഗാത്മകമാണ്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പത്രത്തിൻ്റെ എഡിറ്റോറിയലുമായി ബന്ധമില്ല. പത്രത്തിൻ്റെ എഡിറ്റോറിയലുമായിട്ട് ബന്ധമില്ല എന്ന് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് പറയേണ്ടത്. അത് പത്രം പറയണ്ടേ. ഇത് പരസ്യമാണ്, ഞങ്ങളുടെ എഡിറ്റോറിയലുമായിട്ട് പത്രവുമായിട്ടോ ഇതിന് ബന്ധമില്ല എന്ന് അവർ പറയണ്ടേ. അവർ പറയുന്നില്ല, PRD ആണ് പറയുന്നത്. അകത്തെ പേജ് നോക്കി കഴിഞ്ഞപ്പോൾ അതും പരസ്യമാണ്. അവിടെയും ഇതുപോലെ PRDക്കാരൻ്റെ ചെറിയൊരു ലെൻസ് വെച്ചാൽ മാത്രം കാണുന്ന ഒരു സാധനമുണ്ട്. ഇതൊക്കെ ഈ ആളെ പറ്റിക്കുന്ന, എനിക്ക് പരസ്യത്തോട് യാതൊരു വിരോധവുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. പരസ്യം ഓരോരുത്തർ, അപ്പോൾ അവരവരുടെ പരസ്യം അവർ കൊടുക്കുന്നു. വാസ്തവത്തിൽ പത്രം തുടങ്ങിയതിന് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ഹിന്ദു പത്രം, ഇത് തുടങ്ങുന്ന കാലത്ത് ഫ്രണ്ട് പേജ് മുഴുവൻ പരസ്യമായിരുന്നു. ചെറിയ ചെറിയ പരസ്യങ്ങൾ, നമ്മുടെ കമലവിലാസ് കൺമഷി എന്നൊക്കെ പറഞ്ഞുള്ള ചില്ലറ ചെറിയ പരസ്യങ്ങൾ, ക്ലാസിഫൈഡ് പരസ്യങ്ങൾ, ഇതെല്ലാം ഫ്രണ്ട് പേജിലായിരുന്നു ഹിന്ദുവിൻ്റെ. അത് കഴിഞ്ഞാണ് വാർത്ത, അടുത്ത പേജിലാണ് വാർത്ത. വാസ്തവത്തിൽ പരസ്യം വായിക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കാനായിട്ടാണ് പത്രങ്ങൾ വാർത്ത കൊടുത്തു തുടങ്ങിയത്. പലരുടെയും ധാരണ നേരെ തിരിച്ചാണ്. വാർത്തകളുണ്ട്, വാർത്തകൾ വായിക്കാൻ വായനക്കാർക്ക് ആവേശമുണ്ട്, അതുകൊണ്ട് അവർ പത്രം മേടിക്കും, അതിൻ്റെ കൂടെ പരസ്യം ഇരുന്നോട്ടെ. അതൊക്കെ പിന്നീട് തുടങ്ങിയതാണ്. ആദ്യം നേരെ തിരിച്ചായിരുന്നു. പരസ്യത്തിൻ്റെ നോട്ടീസൊക്കെ നമ്മൾ പത്രം തുറന്നു കഴിയുമ്പോൾ ചില നോട്ടീസുകൾ താഴെ വീഴുകയില്ല. നമുക്കെല്ലാം അനുഭവം ഉള്ളതല്ല, നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും, എനിക്കറിയാം. പത്രം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു 10-15 നോട്ടീസൊന്ന് താഴെ വീഴും. ഒരിടത്ത് എന്തെങ്കിലും കട തുറന്നു, ഉദ്ഘാടനം, മറ്റത് മറിച്ചത്,
സൗജന്യ നേത്ര ശസ്ത്രക്രിയ ക്യാമ്പ്, എല്ലാ സാധനവും പത്രത്തിനുള്ളിൽ വെച്ചാണ് അയക്കുന്നത്. എന്നിട്ട് പത്രത്തിൻ്റെ മുൻവശത്ത് പരസ്യവും കൊടുക്കും. മനോരമ, മാതൃഭൂമി സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. ഇതിനുള്ളിൽ ഒരു കുന്തവും വയ്ക്കരുത്, ആരെങ്കിലും വെച്ചാൽ അത് ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളുടെ അടുത്ത് നീ റിപ്പോർട്ട് ചെയ്യാൻ നടക്കില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പത്രം, ഞാനൊക്കെ പത്രം എടുത്തിട്ട് ഒന്ന് കുടയും ആദ്യം. അപ്പോൾ അതിൽ നിന്ന് കുറേ നോട്ടീസുകൾ താഴെ വീണ് എല്ലാം ക്ലീൻ ആയി കഴിയുമ്പോൾ പിന്നെയാണ് പത്രം വായിക്കാൻ തുടങ്ങുന്നത്. എന്തുവാവട്ടെ, ഇത് സർക്കാർ ചെലവിൽ ഇത് ചെയ്തത് ശരിയായില്ല. ഞാൻ പത്രവിരോധിയൊന്നും, പരസ്യവിരോധിയും അല്ല, പത്രവിരോധിയും അല്ല. പരസ്യം ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുവിൽ പണ്ട് അങ്ങനെയാണ് തുടങ്ങിയത്. കേരളത്തിൽ ഈ ജാക്കറ്റ് പരസ്യം എന്ന് പറയുന്ന ഫ്രണ്ട് പേജ് പരസ്യം, ഇത് എൻ്റെ ഓർമ്മയിൽ ആദ്യം കൊടുത്തത് മാതൃഭൂമിയാണ്. അന്ന് മാതൃഭൂമിയെ പലരും വിമർശിച്ചു. ഞാനാണ് ഒരു വായനക്കാരൻ്റെ കത്ത് വഴി മാതൃഭൂമിയെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു, പത്രം നടത്തിക്കൊണ്ടുപോകാൻ കാശ് വേണം, അത് പരസ്യം വേണം, അത് പരസ്യം ഫ്രണ്ട് പേജിൽ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ന്യായമൊക്കെ, ഹിന്ദു പത്രം തുടക്കം മുതൽ അങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളൊക്കെ എഴുതി അതിനെ ന്യായീകരിച്ച ആളാണ് ഞാൻ. ഇപ്പോഴും ഞാനതിനെ ന്യായീകരിക്കുന്നത് തെറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ എത്രയോ ദിവസം നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റി, സാംസങ് മൊബൈല്, ഇവരുടെ ഏത് മൊബൈലാണ് ഇപ്പം, അത് ഐഫോണിൻ്റെ 2, 3, 4 പേജ് പരസ്യമൊക്കെ വരാറുണ്ട്. പിന്നെ കാറുകളുടെ പരസ്യം, ഇതുപോലെ ജാക്കറ്റ് പരസ്യം എന്ന് പറഞ്ഞ് 3, 4 ഫ്രണ്ട് പേജ് ഒക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലും മറ്റ് പത്രങ്ങളിലും മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ വരാറുള്ളത്. അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം കാശുണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് സാംസങ് മൊബൈൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് പരസ്യമാണെന്നറിയാം. ഇത് പക്ഷേ ആളെ പറ്റിക്കലായിപ്പോയി. അത് ചെയ്യരുതായിരുന്നു. ഒരു സർക്കാർ അത് ചെയ്യാൻ പാടില്ല. പിണറായി വിജയന് ഇങ്ങനെ ആരെ ഈ ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ മഹാമോശമാണ്. ഒരു സർക്കാർ പൊതുപ്പണം എടുത്തിട്ട് ആളെ പറ്റിക്കുന്ന പരസ്യം കൊടുക്കുക. ഇതിലെന്താ, പഴയ കേരളത്തിൻ്റെ സ്ഥിതി, അതാണ് ഫ്രണ്ട് പേജിൽ. പുതിയ കേരളത്തിൻ്റെ സ്ഥിതി അടുത്ത പേജിൽ. ഫ്രണ്ട് പേജിൽ ഇന്നു മുതൽ ലോഡ് ഷെഡിങ്. അകത്തെ പേജിൽ എന്താണ് ചില കേരളത്തിൽ വെളിച്ച വിപ്ലവം, തേങ്ങാക്കൊലയാണ്. നരേന്ദ്രമോദി സർക്കാർ ഉള്ളത് കൊണ്ട് ഇലക്ട്രിസിറ്റിക്ക് യാതൊരു ക്ഷാമവും ഇല്ല, ഗ്യാസിന് യാതൊരു ക്ഷാമവും ഇല്ല. അതുകൊണ്ട് കറണ്ട് എല്ലാവർക്കും കിട്ടുന്നു. വെളിച്ച വിപ്ലവം, ഗ്യാസ് വിപ്ലവം, റേഷൻ കട വിപ്ലവം. കുറച്ചു കാലം മുമ്പ് ഓർമ്മയുണ്ടോ, ഈ ലോഡ് ഷെഡിങ് സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. ആ ലോഡ് ഷെഡിങ് മാറിയത് ഉള്ള സത്യം പറയണമില്ല. കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചേർന്നിട്ട്, കേന്ദ്രത്തിന് സ്വന്തമായ വൈദ്യുതി നിലയങ്ങളില്ല. NTPC ഉണ്ടെന്ന് പറയാം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അതാണ് കേന്ദ്രത്തിൻ്റെ സംഭാവന എന്ന് പറയാം. ഇതെല്ലാം കൂടെ ഒരു ഗ്രിഡിൽ, ഒരു പൂളിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. അതിൽ നിന്ന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാശുള്ളതുപോലെ അതിൻ്റെ വിലയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും, ഇങ്ങനെ. അപ്പോൾ ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് മുടക്കമുണ്ടാവില്ല. കയ്യിൽ കാശുണ്ടെങ്കിൽ, കടമാണെങ്കിലും ശരി, നിങ്ങൾക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടമാണ്. ഞാൻ അനാവശ്യമായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തത്. പക്ഷേ സത്യമായിട്ട് പറയണമല്ലോ, അങ്ങേര് വന്നതിന് ശേഷമാണ് കറണ്ടിനും ഗ്യാസിനും ക്ഷാമമില്ലാതെ നമുക്ക് സംഗതികൾ ഭംഗിയായിട്ട് നടന്നു പോകുന്നത്. അതില്ലാന്ന് ആര് നിഷേധിച്ചു കഴിഞ്ഞാലും നമുക്ക് അത് ശരിയല്ല. പരസ്യം നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷെ അത് പരസ്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണം, ഒറ്റ നോട്ടത്തിൽ. അല്ലാതെ ആളെ കളിപ്പിക്കുന്ന പരസ്യങ്ങൾ ചെയ്യരുത്. ആളെ കളിപ്പിക്കുന്ന പരസ്യം ചെയ്തിട്ട് അതിന് കേസ് കൊടുക്കാനോ പിടിക്കാനോ ഒക്കെ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കേസ് കൊടുക്കും, ചട്ടലംഘനമാണ്. ഇതിനകത്ത് ചട്ടലംഘനം വരുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ടാണ് കോടതിയിൽ ചിലപ്പോൾ പല കാര്യങ്ങളും കോടതിയിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതിനൊന്നും കൃത്യം റൂളൊന്നുമില്ല. സർക്കാർ പരസ്യം PRDക്ക് കൊടുക്കാമോ? കൊടുക്കാം. അത് ഇന്ന രീതിയിൽ കൊടുക്കണമെന്നുമില്ലതുണ്ടോ? ഒന്നുമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ
എല്ലാ പരസ്യവും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പണ്ടൊരിക്കൽ കേരള ഹൈക്കോടതിയിൽ വിചിത്രമായ ഒരു കേസ് വന്നിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന സംഗതിയാണ്. സ്ഥിരം നിങ്ങളും ആ പരസ്യം കണ്ടു കാണും. ഇപ്പം അധികം കാണുന്നില്ല അത് കേട്ടോ. ഈ കാനാടി ചാത്തൻ സേവ, തൃശ്ശൂർ എന്താ അന്തിക്കാട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കിഴക്കോട്ട് കാണുന്ന വലതുവശത്ത് കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം. ഏതുമായി ഞാൻ അവരെ പരിഹസിച്ച് പറയുന്നതല്ല, അതാണ് ഹൈക്കോടതിയിൽ പ്രശ്നമായിട്ട് വന്നത്. അവിടെ എന്തോ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വഴിപാട് ചെയ്തു, ഒരുപാട് കാശും കൊടുത്തു. അവസാനം കാര്യം നടന്നില്ല. അപ്പം അത് വിശ്വാസവഞ്ചനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി പറഞ്ഞു, അതെ ഇതിലൊന്നും കോടതിക്ക് ഇടപെടാൻ പറ്റില്ല, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ചാത്തൻ മഠക്കാരെന്ത് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് കേസ് തള്ളിപ്പോയി. അപ്പോൾ ഇങ്ങനത്തെ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേസമയം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, താമസിച്ചതിന് ക്ഷമാപണം. ഈ പരസ്യം കണ്ടിട്ടില്ലേ? ഒരു കന്യാസ്ത്രീയുടെയോ ആരണ്ടോ പടം കൊടുത്തിട്ട് അതെന്താണെന്ന് വെച്ചാൽ അവരോട് പ്രാർത്ഥിച്ചപ്പോൾ അയാളുടെ കാര്യം നടന്നു, അതിനയാൾ നന്ദി പറയുന്നു. അത് പരസ്യം കൂടെ ചേർത്താണ് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ വഴിപാട് നേരുന്നത്. അതിൻ്റെ കാശും കൂടെ ചേർത്ത് നേരും. അപ്പം അത് നടന്നു, അയാൾക്ക് സന്തോഷം, ആ പരസ്യം കൊടുത്തു. ഇങ്ങനെ 110 പരസ്യങ്ങളുണ്ട്. ഇതുകൂടാതെ ആരോഗ്യ പരസ്യങ്ങൾ, ജീവൻ ടോൺ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇപ്പം അത് കാണുന്നില്ല. ജീവൻ ടോൺ, അപ്പം അത് കഴിച്ചാൽ തടി വയ്ക്കും. അപ്പം ഞാനും, നമ്മളൊരു മെലിഞ്ഞ് എല്ലും തോലുമായിട്ടിരിക്കുന്ന കക്ഷിയാണ്, ഇപ്പോഴല്ല, പണ്ടേ ഞാനിങ്ങനെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് വന്നു കഴിഞ്ഞപ്പോൾ റെഡി, ഇത് മേടിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് ഈ സാധനം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ഹോർലിക്സ് ഭരണി പോലത്തെ ഒരു ഭരണിയിൽ ജീവൻ ടോൺ അങ്ങനെ പറഞ്ഞു നന്നായിട്ട് തടിയൊക്കെ വെച്ച് വാങ്ങുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് ജീവൻ ടോൺ മേടിച്ച സ്ഥിതിക്ക് ഫോട്ടോയും എടുത്തേക്കാം. കാരണം അതിൽ ഈ ജീവൻ ടോണിൻ്റെ പരസ്യത്തിൽ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞിട്ട്, കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ എല്ലൊക്കെ കുത്തി ഇരിക്കുന്ന ഒരു രൂപം, കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല മസിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടാർസനെ പോലെ ഒരു കക്ഷി. അപ്പം അങ്ങനെയായിട്ട് മാറും. അപ്പം ഇത് കഴിച്ചാൽ ഞാൻ തടി വയ്ക്കുമല്ലോ, അതുകൊണ്ട് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലും തോലുമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഈ സാധനം ഈ ലേഹ്യം പോലത്തെ ചക്കര വെള്ളം കുറേശ്ശെ ആയിട്ട് കഴിച്ചു. എവിടെ തടി വയ്ക്കാൻ? ഞാനെങ്ങും തടി വെച്ചില്ല. പിന്നെ ഒരു ബോട്ടിൽ മേടിച്ച് കഴിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് സംഗതി തട്ടിപ്പാണ്. ഫോട്ടോയുടെ കാശും പോയി, 2 കുപ്പി ജീവൻ ടോണിൻ്റെ കാശും പോയി. അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. അതൊക്കെ ഒരു തമാശയായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അത് പരസ്യം കാണുന്നു, മനുഷ്യർ ചാടി വീഴുന്നു. ഇപ്പോഴും അങ്ങനെ എന്തെല്ലാം പരസ്യങ്ങളും, മരുന്നുകളുടെ, മന്ത്രങ്ങളുടെ, ഇതിൻ്റെയൊക്കെ പരസ്യം കാണാറുണ്ട്. എല്ലാ പരസ്യത്തിലും അതിശയോക്തിയും അല്പസ്വല്പം തട്ടിപ്പും സംഗതിയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ചിലതിലൊക്കെ നമ്മൾ പെട്ടുപോകും, ചിലതിൽ പെടാതെ നമ്മൾ പോയി പണി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മിടുക്കന്മാരായിട്ട് കടന്നു കളയും. പക്ഷേ ഒരു സർക്കാർ ഈ പരിപാടി ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല, മഹാമോശമാണ് ഇത് ചെയ്യുന്നത്. സർക്കാരിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെൻറ് മിഷനറി, നമ്മൾ സർക്കാർ, ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്നത്. ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു വിശ്വാസ്യതയുണ്ട്. ബാങ്കിൽ പോലും ഗവൺമെൻറ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരണ്ടി കാശായിട്ട് ഗവൺമെൻറ് ബാങ്കിൽ അടയ്ക്കുകയൊന്നും വേണ്ട. നമ്മളൊക്കെ ആണെങ്കിൽ കൊലാറ്ററൽ എന്ന് പറഞ്ഞ് നമ്മളുടെ വസ്തുവോ ഇതൊക്കെ ബാങ്കിൽ കൊടുക്കണം. ഗവൺമെൻറ്റിന് അത് വേണ്ട. ഗവൺമെൻറ് ചുമ്മാ എഴുതി കൊടുത്താൽ മതി, ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി. അതാണ് കാരണം. ഗവൺമെൻറ്റിന് ഒരു വിശ്വാസ്യതയുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വിശ്വാസ്യതയുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു വിശ്വാസ്യതയുണ്ട്, ഒരു ട്രസ്റ്റാണ്. പൗരൻ അവൻ്റെ സ്വന്തം ഗവൺമെൻറ്റിനെ വിശ്വസിക്കുന്ന ഒരു ഏർപ്പാടാണ് അത്. അപ്പോൾ അതിൽ വെള്ളം ചേർക്കുക, അതിൽ തട്ടിപ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പ്രൊഫഷണൽ തട്ടിപ്പുകാർക്ക് മാത്രം
തോന്നുന്ന ബുദ്ധിയാണ് ഈ പിണറായി വിജയന് തോന്നിയത്, അഥവാ ആരെങ്കിലും ചേർന്ന് തോന്നിപ്പിച്ചത്. മഹാമോശമായിപ്പോയി, മഹാവൃത്തികെട്ട ഏർപ്പാടായിപ്പോയി, ഒരുതരം വഞ്ചനയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൗരന്മാരെ ഒരു സർക്കാർ വഞ്ചിക്കരുത്. നമ്മൾ വഞ്ചന വളരെ ലാഘവത്തോടെ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് വഞ്ചന. ഇപ്പോൾ ഗവൺമെൻറ് പറയും നിങ്ങൾക്ക് 1500 രൂപ വെച്ച് മാസം പെൻഷൻ തരുമെന്ന് പറയും. പക്ഷെ തരില്ല. 1 മാസമായി, 2 മാസം, 3 മാസമായി, ഞങ്ങൾ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറയും. അതൊരു വഞ്ചനയല്ല. ഒരു വാഗ്ദാനം ഗവൺമെൻറ് തന്നു, അത് പാലിക്കാൻ സാധിച്ചില്ല. നിങ്ങളെ പറ്റിക്കാനായിട്ട് ഒരു ഉദ്ദേശം അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് വഞ്ചന എന്ന് ഞാൻ പറയില്ല. വാഗ്ദാന ലംഘനമാണ്, പക്ഷെ അത് വഞ്ചനയില്ല. വഞ്ചന എന്ന് പറയുന്നത് നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനഃപൂർവ്വം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അത് വഞ്ചനയാകുന്നത്. അതിനെയാണ് കുറഞ്ഞപക്ഷം ഞാൻ അതിനെയാണ് വഞ്ചന എന്ന് വിളിക്കുന്നത്. ഒരു മനഃപൂർവ്വം ഒരാളെ കബളിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യം, അത്രയൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ചതി, വഞ്ചന എന്നൊക്കെ പറയുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ അതങ്ങ് വിടും. ശരി, അത് സംഭവിച്ചു, അവർക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു നിർവചനം വെച്ച് ഞാൻ പറയുകയാണ്, ഇത് സംശുദ്ധമായ ചതിയാണ്, വഞ്ചനയാണ്. ഒരു സർക്കാർ പൗരന്മാരോട് ഇങ്ങനെ ചെയ്തുകൂടാത്തതാണ്. പിണറായി വിജയന് എന്തെങ്കിലും ഒരു സാധ്യത, എന്നെ പലരും ഞാൻ പിണറായി പക്ഷക്കാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിണറായിയോട് ഇയാൾക്കൊരു ചെറിയ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട് ഈ കക്ഷിക്ക് എന്നൊക്കെ പലരും പറയാറുണ്ട്. അതല്ല, ഞാൻ മെരിറ്റ് വെച്ച് സംസാരിക്കുമ്പോൾ പിണറായി ഒരു നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയണ്ടേ. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനത് പറയാറുള്ളത്. എന്ത് വാങ്ങിക്കോട്ടെ. അപ്പോൾ എന്തെങ്കിലും ഈ മനുഷ്യന് മൂന്നാമതും വരാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങേര് തന്നെ നശിപ്പിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. അങ്ങേരുടെ പാർട്ടിക്കകത്ത് നടക്കുന്ന കലാപങ്ങളും പണ്ടാരവും സീറ്റ് വിഭജനം സംഗതിയൊക്കെ ഇരിക്കട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ പൊതുജനങ്ങളെ വഞ്ചിച്ചു എന്നൊരു പേര്, സാധാരണ മനുഷ്യരെ ചതിച്ചു എന്നുള്ള ഒരു സംഗതി, അത് ഞാനിത് പരസ്യമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പോലും ആദ്യം പറഞ്ഞു വെച്ചേ എന്ത് വേർപാടാണ്, ഇതായിരുന്നു റിയാക്ഷൻ. പിന്നെ അയാൾ വലിയ കടുപ്പപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല, സാഹിത്യമൊന്നും അറിഞ്ഞുകൂടാത്ത ആളാണ് അതുകൊണ്ട്. പക്ഷെ ഒരു സാധാരണ വീട്ടമ്മ നിങ്ങൾ ആലോചിച്ചു, അവർ നാളെ മുതൽ ലോഡ് ഷെഡിങ് ആണെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയും സംഗതിയൊക്കെ ഉണ്ട്. പിന്നെ അത് പറ്റിപ്പാണെന്ന് പറയുമ്പോൾ ലോഡ് ഷെഡിങ് ഇല്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത്, മോശമായി പോയല്ലോ സർക്കാർ തന്നെ ഇത് ചെയ്യുന്നത്, ഈ ഒരു ചിന്തയാണ് വരുന്നത്. അതുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയൻ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ചെയ്യരുതായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡാമേജ് എങ്ങനെയാണ് തീർക്കുക അതെനിക്ക് അറിഞ്ഞുകൂടാ. വരുന്നത് വരട്ടെ. താങ്ക് യു.